ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു കരിയർ റീഡിംഗ് ആണ്. അപ്പോൾ കരിയർ റീഡിംഗ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഞാൻ 3 പൈൽസ് വെച്ചിട്ടുണ്ട്. പൈൽ നമ്പർ 1, 2 and 3. ഓക്കെ, കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്യേണ്ടത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ജോലി ഇല്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ, കറണ്ട് സിറ്റുവേഷനാണേ, ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ഇല്ലാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ, ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ജോലി തേടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രൊഫഷൻ ഏത് ഫീൽഡായിരിക്കാം എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു ജോലിയിലാണ്, പക്ഷേ നിങ്ങളൊരു ജോബ് ചേഞ്ചിന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ഒരു ജോബ് ചേഞ്ചിന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്യുക. ദെൻ മൂന്നാമത്തെ പൈൽ ചൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഓൾറെഡി ഒരു ജോലിയിലാണ്, നിങ്ങൾ സെറ്റാണ്. ഓക്കെ, നിങ്ങൾ അതിനകത്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഫർദർ എന്തൊക്കെ വേണം, എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടോ? ഓക്കെ, അങ്ങനെയുള്ളവരാണെങ്കിൽ മൂന്നാമത്തെ പൈൽ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. പിന്നെ ഞാൻ ഈ റീഡിങ് ചെയ്യുന്നത് കരിയർ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ, കരിയർ റീഡിംഗ് അല്ല, എന്ത് റീഡിംഗ് ആണെങ്കിലും നമ്മൾ റീഡിങ് ചെയ്യുന്നത് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസും ഞാൻ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡിസിഷൻ നിങ്ങളുടേതാണ്. ഓക്കെ ഓക്കെ, നിങ്ങളുടെ പാഷൻ എന്താണ്, അതിനനുസരിച്ച് നിങ്ങളുടെ പ്രൊഫഷൻ ചൂസ് ചെയ്യുക. ഫർദർ എന്തൊക്കെ നിങ്ങൾക്ക് മെസ്സേജസ് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ജോലി അന്വേഷിക്കുന്നവർ, അപ്പോൾ എന്താണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, എന്താണ്, എന്ത് എനർജിയിലാണെന്ന് നോക്കാം. പൈൽ നമ്പർ 1, ഓക്കെ, നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ഒരു കാർഡ് കൂടെ എടുക്കാം. കാർഡ്സ് വീണ്. ഫോർ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നിങ്ങൾ ഇതിനകത്ത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പൈസ സംബന്ധമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം മണി മാറ്റേഴ്സിൽ. നിങ്ങളുടെ ജേണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതായത് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യണം, അല്ലേ? അല്ലാതെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ആരും ജോലി തരില്ല. അപ്പോൾ അതിനുവേണ്ടി സെർച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ, നല്ല കാര്യം. ഓക്കെ, അതിൽ വിക്ടറി വേണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് പ്രൊഫഷനാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. എന്താണ് യൂണിവേഴ്സ് പറയുന്നത് ഫോർ പൈൽ നമ്പർ 1, പൈൽ നമ്പർ 1. ഓക്കെ, എനിക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങൾ ആദ്യം നിങ്ങളെ ഹെൽത്ത് നന്നായിട്ട് സൂക്ഷിക്കുക. ഓക്കെ,
നിങ്ങളുടെ ഹെൽത്തിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്ത് ഓക്കെ ആയി എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴിക്കുക. അതുപോലെ ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ്, നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. റിലേഷൻഷിപ്പുകൾക്കും അല്ലാതെ അങ്ങനത്തെ കാര്യങ്ങളിലേക്കും മനസ്സ് ഡീവിയേറ്റ് ചെയ്ത് പോവാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ രീതിയിൽ വർക്ക് ചെയ്യേണ്ട സമയമാണിപ്പോൾ. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇതിനകത്ത് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള, അതായത് ഒക്കൾട്ടിനോട്, ആസ്ട്രോളജിയോട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഈ ടാരോ റീഡിങ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് അൺകൺവെൻഷനലായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും സബ്ജക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും റീസേർച്ചുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും നല്ല ടൈമാണ്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് എബിലിറ്റി, അതായത് നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഒരു സ്പീക്കിംഗ് എബിലിറ്റി അവിടെ നന്നായിട്ട് നോക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ നമ്മൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിലുള്ള ഐഡിയാസ് നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ജോലി. അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഫീൽഡ്സ് ആവാം. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് കാണുന്നത് അത് രണ്ടുമാണ്. അതായത് കുറേ പേർക്ക് 50% ഓഫ് ആൾക്കാർക്ക് ഇതായിരിക്കാം, സീക്രട്ടീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ റീസേർച്ച് ചെയ്തോ അതിനകത്ത് കൂടുതൽ ഇൻ ഡെപ്ത് പഠിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. അല്ലെങ്കിൽ ചിലപ്പം കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് അത്ര അൺകൺവെൻഷനലായിട്ട് തോന്നുന്നൊരു കാര്യമായിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുക, അതിനകത്ത് കൂടുതൽ റിസർച്ച് നടത്തുക. അല്ലെങ്കിൽ സ്റ്റിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അതിൽ കൂടുതൽ PhD അങ്ങനത്തെ എന്തെങ്കിലും റീസേർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകാനോ ഒക്കെ ആണെങ്കിൽ അത് ചെയ്യുന്നതിന് നല്ല സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പീക്കിംഗ് എബിലിറ്റി തന്നെയാണ് കാണുന്നത്. ഓക്കെ, നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും നോക്കട്ടെ എന്ത് ഗൈഡൻസ് ആണ്. പ്രോഗ്രഷൻസ്, ജേണി. യെസ്, നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ആ ഒരു ജേണി നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നിടത്തോളം നിങ്ങൾക്ക് ഒരു വലിയൊരു ഒരു വഴി തെളിഞ്ഞ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമുക്കൊരു കാര്യം കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു, അതിന് വേണം എന്ന് പറഞ്ഞ് കുറേ നമ്മൾ ഒരുപാടങ്ങ് ഓവർ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓക്കെ, കാരണം ഓവർ എക്സ്പെക്റ്റേഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്ന ഒരു കരിയർ എന്ന് പറയുന്നത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്ന ഒരു കരിയർ ആയിരിക്കാം. പെട്ടെന്നൊരു അപ്പിലേക്ക് പോയിട്ട് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോകുന്ന സ്റ്റേജോ, അപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും റിവൈവ് ചെയ്യാൻ പറ്റണം. ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഒരു 8 months അല്ലെങ്കിൽ ഒരു 4 weeks or 4 months അതിനകത്ത് നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ആവേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോപ്പർ ടൈമാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പാലിൻ്റെ റീഡിങ്.
സെക്കൻഡ് പൈൽ റീഡിങ്ങിലേക്ക് പോവാം. പൈൽ നമ്പർ 2. രണ്ടാമത്തെ പൈൽ ചൂസ് ചെയ്തവർ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന മെസ്സേജസ് എന്ന് നോക്കാം. നിങ്ങളൊരു ജോബ് ചേഞ്ചിന് ആഗ്രഹിക്കുന്നു എന്നാണ് സിറ്റുവേഷൻ. യെസ്, ജഡ്ജ്മെൻറ്റ് കാർഡ് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ജോബ് ചേഞ്ച് ഉണ്ടാവും കേട്ടോ. ഓക്കെ, നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിനകത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ജോബ് ചേഞ്ച് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് പ്രൊഫഷനാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലൊരു പാഷൻ ഉണ്ട്, നിങ്ങൾ അതിൻ്റെ പിറകെയാണെന്ന് മനസ്സിലാവുന്നു. ഓക്കെ, നല്ല കാര്യം. ഒരു പക്ഷേ എന്തെങ്കിലും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് എന്തെങ്കിലും ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാനോ, കൂടുതലിപ്പോൾ സ്ത്രീകൾ അതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ, ബ്യൂട്ടി പാർലർ തുടങ്ങാനോ ബൊട്ടീക്ക് തുടങ്ങാനോ ഒക്കെ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഓക്കെ, ഇവിടെ ബിസിനസ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് പോലെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം. ഓക്കെ, പ്ലൂട്ടോ റീബർത്ത്. ഇത് കംപ്ലീറ്റ് അതായത് നിങ്ങളിപ്പോൾ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ജോലി നിങ്ങൾ ക്വിറ്റ് ചെയ്തിട്ട് കുറച്ച് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അടുത്തൊരു ലൊക്കേഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി കാണുന്നില്ല. യു ഹാവ് ടു ട്രാവൽ. ഓക്കെ, ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ കാണുന്നുണ്ട്. അതുപോലെ ചില പേർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷനാവാം. ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന പറയുമ്പം എന്ത് ബിസിനസ് ചെയ്താലും നമ്മൾ ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തേണ്ടി വരും, അതൊക്കെ. ബട്ട് എന്തെങ്കിലും സൗന്ദര്യപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ആവാം. ഓക്കെ, ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്ന പോലത്തെ ജ്വല്ലറീസോ അങ്ങനത്തെ എന്തെങ്കിലും കോസ്മെറ്റിക്സിൻ്റെ പ്രോഡക്ട്സ്, ഇപ്പോൾ അത് ഞാൻ പറഞ്ഞത് ബ്യൂട്ടി പാർലർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ കുറേ പേർക്ക് ഇവിടെ കാണുന്നത് നിങ്ങൾ എന്തെങ്കിലും കുറച്ച് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി, എന്തെങ്കിലും ജിമ്മ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് തുടങ്ങാൻ ഉള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അതിനും നല്ല സമയമാണ്. ഓക്കെ, ജിം സെൻറ്റേഴ്സോ ബ്യൂട്ടി ഷോപ്സോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മുമ്പേ പറഞ്ഞ പോലത്തെ. അതുപോലെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മാറി നിങ്ങൾക്ക് കുറച്ചുകൂടെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ജോലി, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫിസിക്കലി നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ അതുപോലെ അങ്ങനത്തെ എന്തെങ്കിലും ഫീൽഡിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അതിനും പറ്റിയ സമയമാണ്. ഓക്കെ,
എന്താണ് യൂണിവേഴ്സൽ മെസ്സേജ്, ഗൈഡൻസ് എന്താണ്? ലിയോ, ഷൈൻ. ഓക്കെ. നിങ്ങൾ ഏത് പ്രൊഫഷൻ ഇവിടുന്ന് ചൂസ് ചെയ്യുന്നോ അതിൽ നിങ്ങൾ എന്താ പറയുക, ഒരു ഷൈനിങ് സ്റ്റാർ ആവുമെന്നാണ് കാണിക്കുന്നത്. ലൈക്ക് എ ലയൺ അല്ലേ, ഒരു സിംഹത്തെ പോലെ. സിംഹം എന്ന് പറയുമ്പോൾ ഒരു രാജാവാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ജോബ് ചേഞ്ച് നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എഫക്ട്സാണ് കൊണ്ടുവരാൻ പോകുന്നത്. സോ ഡോണ്ട് വറി, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോബ് ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അനുകൂലമായ സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 2ൻ്റെ റീഡിങ്. അപ്പം നിങ്ങൾക്ക് സെക്കൻഡ് പൈൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തേർഡ് പൈലിലേക്ക് പോവാം. ഓൾറെഡി ജോബ് സെറ്റായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പൈലാണിത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ എൻഹാൻസ്മെൻറ്റ്സ് വേണം, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? 3 കാർഡ്സ് വന്നു. ഓക്കെ, നിങ്ങൾ ഫൈനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആണ്, നിങ്ങൾ ഒരുപാട് പണമുണ്ടാക്കി, നിങ്ങൾ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഓക്കെ, നല്ല കാര്യം. എംപ്രസ് കാർഡും ഹയറഫൻറ്റും ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എല്ലാം പ്ലസ്, നല്ല കാർഡ്സാണ്. ഓക്കെ, ഇനി കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ജോലിയായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് സിറ്റുവേഷൻ, എന്തൊക്കെ എൻഹാൻസ്മെൻറ്റ്സ് വേണം. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ ചിലപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. അതായത് നിങ്ങളൊരു പക്ഷേ ഫാമിലിയിൽ നിന്ന് അകന്ന് താമസിക്കുമായിരിക്കാം, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓക്കെ, ഫൈനാൻഷ്യൽ അബണ്ടൻസ് കാണുന്നുണ്ട്, ഫൈനാൻഷ്യലി സെറ്റാണ്, അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജോലി സ്ഥലത്തിനെ നിങ്ങൾ കൂടുതൽ പ്രണയിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ക്യാൻസർ സൈനാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങൾ എവിടെയാണോ ആ ഒരു എൻവയൺമെൻറ്റിനെ, ആ ഒരു ചുറ്റുപാടിനെ, നിങ്ങൾ ചുറ്റും വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ ഒക്കെ നിങ്ങൾ നന്നായിട്ട് അവരെയൊക്കെ സ്നേഹിച്ച് നല്ല രീതിയിൽ ആ എൻവയൺമെൻറ്റ് നല്ല രീതിയിലാക്കിയെടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം റീട്രോഗ്രേഡ് ആണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കർമ്മങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഹോസ്പിറ്റൽസിന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എസ്പെഷ്യലി ഓക്കെ, ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നേഴ്സായിട്ടോ ഡോക്ടറായിട്ടോ വാട്ട് എവർ ദ കേസ് മൈറ്റ് ബി, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നോ അവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും കർമ്മ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ളതിൽ നിന്ന് പെർഫെക്ഷൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നിപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട സമയമാണിപ്പോൾ. കാരണം റീട്രോഗ്രേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഓക്കെ, തിരിഞ്ഞ് കറങ്ങുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ ഫോർവേഡ് മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ തിരിച്ച് നമ്മൾ ബാക്കിലോട്ട് നമ്മൾ മുമ്പിലോട്ട് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ കർമാസ് ഇങ്ങനെ തിരിച്ച് കറങ്ങുക എന്ന് പറയുമ്പം നിങ്ങൾ തിരിച്ച് പോയിട്ട് അവിടെ
റിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു എന്ന് വെച്ചോ, നിങ്ങൾ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെന്ന് വെച്ചോ. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു കർമ്മ പേ ബാക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു സിറ്റുവേഷനിൽ. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ വിസ്ഡം ഉപയോഗിക്കുക. ജൂപ്പിറ്റർ കാർഡെന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ്റെയും വിസ്ഡം അബണ്ടൻസിൻ്റെയും ഒക്കെ കാർഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിസ്ഡം ഉപയോഗിക്കുക, നിങ്ങളുടെ ഹയർ നോളജ് ഉപയോഗിക്കുക, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ഉപയോഗിക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾ ഇത്രയും നാൾ വർക്ക് ചെയ്തതിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാരോട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ളതിലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി മുൻപുണ്ടായ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, ഇംപെർഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് ജോലി സ്ഥലത്താവാം, വർക്കുമായിട്ട് റിലേറ്റ് ചെയ്താണ് കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ കുറച്ചൊരു സ്നേഹത്തോടെ പെരുമാറുക. നിങ്ങളൊരു കുറച്ച് സ്ട്രിക്റ്റായിട്ട് ജോലി സ്ഥലത്ത് നിൽക്കുന്ന ഒരാളായിരിക്കാം. അവിടെ അതിൻ്റെ താഴെയാണ് ഇവിടെ ക്യാൻസർ സൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ലിബറൽ ആവണം ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി. ഓക്കെ, കുറച്ച് മദർലി ആയിട്ട്, ഒരു മദർലി ലവ്, കെയർ, അതൊക്കെ നിങ്ങളുടെ കൂടെയുള്ളവർ, ഒരു പക്ഷേ കൊളീഗ്സായിട്ടുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. എസ്പെഷ്യലി ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അത് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം നമ്മുടെ മനസ്സിലെ കാര്യങ്ങളാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും, നമ്മളിപ്പോൾ ആസ്ട്രോളജി പറഞ്ഞാലും ടാരോ പറഞ്ഞാലും, ഇതെല്ലാം എന്താണ്, നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു ചെറിയ മനസ്സിനകത്ത് നടക്കുന്ന പ്രോസസ്സുകളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയൊരു കെയർ നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് എന്താണെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നർച്ചർ ചെയ്യുക. അതായത് ഇപ്പോൾ ഫുഡ് ഷെയർ ചെയ്യുക. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ഫുഡ്, നിങ്ങളിപ്പോൾ ലഞ്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ, എന്ത് കഴിക്കുകയാണല്ലോ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാവാം, അല്ലാതെ. അപ്പം എന്തുണ്ടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കുക. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് മാറിയിരുന്ന് ആഹാരം കഴിക്കുന്നവരായിരിക്കും, നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിൽ കുറച്ച് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്താണ് യൂണിവേഴ്സൽ ഗൈഡൻസ്, എന്താണ്? നമ്പർ 3 ലിബ്ര, ബാലൻസ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ ബാലൻസിലേക്ക് നിങ്ങൾ വരും, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർ ബാലൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. 7th ഹൗസ് എന്ന് പറഞ്ഞാൽ തന്നെ റിലേഷൻഷിപ്സിൻ്റെ ഹൗസാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്സ് നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, എസ്പെഷ്യലി വിത്ത് യുവർ കൊളീഗ്സ്. ഓക്കെ, കോവർക്കേഴ്സുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അന്നേരം നിങ്ങൾക്ക് ബാലൻസ്ഡ് ആവുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. ഓക്കെ, അപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് ഈ വിസ്ഡം ഉപയോഗിച്ച് നിങ്ങൾ നീക്കി മാറ്റി ആ ഒരു ബ്ലോക്കിനെ മാറ്റുന്നത് ഇങ്ങനെയാണ്. നമ്മൾ മനസ്സിലിട്ട് ഇതെല്ലാം ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യണം, ഇനി തൊട്ട് മാറാം, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ എന്ന് നമ്മൾ മനസ്സിൽ ഈ പ്രോമിസ് വെച്ചിട്ട് കാര്യമില്ല. പ്രാക്ടിക്കലി അത് ഡിപ്ലോയ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. ഷെയർ ചെയ്യുക, ഫുഡ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സൊക്കെ വാങ്ങി കൊടുക്കുക. ഓക്കെ, നിങ്ങൾ താഴെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. റിലേഷൻഷിപ്പുകൾ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് 3rd പോയിന്റ്. ഓക്കെ, അപ്പോൾ ഞാൻ റീഡിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.